ഈ ചലച്ചിത്ര അവാർഡുകളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ അവാർഡുകളിൽ ഏറ്റവും കൂടുതൽ ഒരു ജനകീയമായ ഒരു അവാർഡ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്. ഇന്നിപ്പോ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് പോലെ ഒരുപാട് അവാർഡ്സ് ഉണ്ട്, നമുക്കറിയാം അതിന്റെ പിന്നിൽ നടക്കുന്ന കഥയൊക്കെ. പക്ഷെ ആദ്യമായിട്ട് ഈ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് എന്ന് തുടങ്ങിയ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് അതിനോടൊരു താല്പര്യമൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത് സത്യസന്ധമായിട്ടുള്ള അവാർഡുകളാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ആദ്യമായിട്ട് 1998 ഏഷ്യാനെറ്റ് അവാർഡ്സ് കൊടുത്തു തുടങ്ങുന്നത്. ആ വർഷം ആദ്യത്തെ അവാർഡ് കിട്ടിയ മികച്ച നടൻ ജയറാമായിരുന്നു. ജയറാം എന്ന നടന്റെ കരിയറിലെ മികച്ച പെർഫോമൻസുകളിലും ഒരു പെർഫോമൻസ് അതിലൊരു സിനിമയ്ക്കായിരുന്നു. ആ ഒരു സിനിമയും മറ്റ് സിനിമകളും ആ വർഷത്തെ 1998 ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജയരാജ് സംവിധാനം ചെയ്ത സിനിമ സ്നേഹം നല്ലൊരു സിനിമയായിരുന്നു. ടി റസാക്ക് എഴുതിയ സിനിമ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിൽ. ബിജു മേനോൻ ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, ലെനയുണ്ട്, ജോമോൾ ഉണ്ട്, നല്ല പാട്ടുകളും എല്ലാം ആണ്. ആ സിനിമ ഒന്നും പറയാനില്ല. ഇന്ന് പിന്നെ ഇപ്പൊ ആ സിനിമയിലെ പല സീനുകളും അതിലെ ക്യാരക്ടറിന്റെ സ്വഭാവവും ഒക്കെ എടുത്തിട്ടൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. പഴയ സിനിമകൾ എടുത്ത് അതിനെ വെറുതെ മോശമാക്കുന്ന ഒരു ഗുണവും ആർക്കും ഇല്ലാത്ത ഒരു പ്രവണത, അങ്ങനെ ആ സിനിമയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട്. എന്നാലും അന്ന് നല്ല പേര് കിട്ടിയ സിനിമയായിരുന്നു. പക്ഷെ തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമാവാതെ പോയൊരു സിനിമയാണ്. പക്ഷെ നല്ലൊരു സിനിമ എന്ന രീതിയിൽ അന്ന് പേരെടുത്തു വന്നു. എനിക്ക് തോന്നുന്നു ജയറാം ഇതുപോലെ കുറെ നല്ല നല്ല സിനിമകൾ സ്ഥിരം ഫോർമാറ്റിന് മാറ്റി സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ ഭൂരിഭാഗം സിനിമകളും തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ജയറാമിന് അങ്ങനെ ഒരു ഇടവേളകൾ വന്നതല്ല അതുപോലത്തെ സിനിമകൾക്ക്. അത് ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ് ഇറങ്ങി കമലിന്റെ നടൻ എന്ന സിനിമയായാലും അങ്ങനെ കുറെ സിനിമകൾ ജയറാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല. എന്തായാലും സ്നേഹം എന്ന സിനിമ ആ വർഷം ജയറാമിന് ഏഷ്യാനെറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടറുടെ അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. പിന്നെ ഒരു സിനിമ ചിത്രശലഭം എന്ന സിനിമ. ആ സിനിമ 98 ഓണത്തിനാണ് റിലീസായിട്ടുള്ളത്. പക്ഷെ അതൊരു സീരിയസ് സിനിമ തന്നെ. നേരത്തെ പറഞ്ഞ ജയറാമിന്റെ നല്ല ഒരു പെർഫോമൻസ് ഒക്കെ ഉള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയി. എനിക്ക് തോന്നുന്നത് ജയറാമിന്റെ സിനിമകളിൽ അധികം പേരൊന്നും ഇപ്പോഴും കാണാത്ത ഒരു സിനിമയായിരിക്കും ചിത്രശലഭം. പിന്നെ ജയറാമിന്റെ സിനിമ 98 ഏറ്റവും വലിയ ജയറാമിന്റെ ഒരു വിജയം എന്ന് പറയാവുന്നത് സമ്മറിൻ ബദ്ലഹേം എന്ന സിനിമ തന്നെയാണ്. 98 ഓണത്തിന് റിലീസായിട്ട് ആ ബോക്സ് ഓഫീസ് തൂത്തുവാരിയ സിനിമ. ഹരികൃഷ്ണൻസ് ഉണ്ട് ആ വർഷം ആ ഓണം സീസണ്. എങ്കിലും സമ്മറിൻ ബദ്ലഹേം അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അത് നമുക്കറിയാം. ആ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ. ആ സിനിമ ആദ്യം തമിഴിൽ ചെയ്യാനാണ് സിബി മലയിൽ ഉദ്ദേശിച്ചിരുന്നത്. അന്ന് പ്രഭു ആയിരുന്നു അതിൽ സുരേഷ് ഗോപിയുടെ വേഷം, മഞ്ജു വാര്യർ അഭിനയിക്കുന്നു. പിന്നീട് അത് മലയാളത്തിലേക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ജയറാം തന്നെ ആ വേഷം ചോദിച്ചു വാങ്ങിയതാണ്. ജയറാമിന് ആദ്യം രവിശങ്കറിന്റെ വേഷം, മറ്റേത് ബിജു മേനോനെ ആലോചിച്ചപ്പോൾ ജയറാം പറഞ്ഞില്ല, ഞാൻ തന്നെ അത് ചെയ്യുള്ളൂ, കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ട് അത് എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള ജയറാം ചോദിച്ചു മേടിച്ചതാണ്. എന്തായാലും സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ കൂടി ജയറാമിനും നല്ല ഗുണം കിട്ടിയ ഒരു സിനിമ തന്നെയാണ്. ജയറാമിന്റെ ഒരു ഹിറ്റ് സിനിമകളിൽ എന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ തന്നെയായിരിക്കും സമ്മറിൻ ബദ്ലഹേം. പിന്നെ ജയറാമിന്റെ മറ്റൊരു സിനിമ കുസൃതിക്കുറുപ്പ്. ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ വിജയിച്ച സിനിമയൊന്നും അല്ല. വേണുഗോപൻ എന്ന ഡയറക്ടറുണ്ട്. റാഫി മേക്കാട്ടനാണ് സിനിമ എഴുതിയത്. ജയറാം, മീന, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ് ഒരു ആവറേജ് വിജയമാക്കിയായി പോയ സിനിമയാണ്. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതിലെ പാട്ട് മെല്ലയൻ എന്ന് പറഞ്ഞ ജോൺസൺ മാഷിന്റെ പാട്ടുണ്ട്. നല്ല രസമുള്ള പാട്ടുകളാണ്, നല്ല കഥയാണ്. അല്ലെ പലരും കണ്ടിട്ടുണ്ടോ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് ജയറാം. പക്ഷെ ജയറാമിന് ഇതിന്നൊക്കെ മാറിയുള്ള ഒരു ജീവിതം. അങ്ങനെ ആരും അറിയാതെ ഐഡന്റിറ്റി മറിച്ച് ജയറാം ഒരു സാധാരണക്കാരനെ പോലെ ഒരു വീട്ടിൽ പോയി താമസിക്കുന്നു, അവിടുത്തെ പെൺകുട്ടിയെ പ്രണയിക്കുന്നു, കല്യാണം കഴിക്കുന്നൊക്കെയാണ് കഥ. എനിക്ക് തോന്നുന്നു അതൊരു കോമഡി അധികം ഇല്ല, ഒരു നല്ലൊരു കഥ. അതിൽ കുറച്ച് റൊമാൻസും ഒരു ഫാമിലി ഇമോഷൻസ് ഒക്കെ വെച്ച് പോയതുകൊണ്ടായിരിക്കാം സിനിമ അങ്ങനെ വലിയ റാഫി മക്കാട്ടിന്റെ മറ്റ് സിനിമകൾ പോലെ അങ്ങ് ബ്ലോക്ക് ബസ്റ്ററായി പോവാതിരുന്നത്. പിന്നെ കൈക്കൊടുന്ന നിലാവ് 98 വിഷുവിന് റിലീസാവുന്ന സിനിമ. കമൽ, രഞ്ജിത്ത് കൂട്ടുകെട്ട്, ജയറാം, ശാലിനി, രഞ്ജിത, ദിലീപ്, ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ആ സിനിമ ഇറങ്ങിയത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമ ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയ വിജയമായില്ല. അതിന്റെ ഒപ്പം മറവത്തൂർ കനവ് ഉണ്ടായിരുന്നു, അതാണ് സൂപ്പർ ഹിറ്റ് ആയത്. അന്ന് കമലിന്റെ ശിഷ്യൻ ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു, ശിഷ്യൻ ഗുരുവിനെ അടിച്ചിടുന്നു. പിന്നെ കന്മതം, അങ്ങനെ കുറെ സിനിമകൾ ആ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിലീസായിരുന്നു. അതിൽ ഒന്ന് മുങ്ങിപ്പോയ ഒരു സിനിമയായിരുന്നു കൈക്കൊടുന്ന നിലാവ്. പിന്നെ 98 ഡിസംബർ മാസം ആ ഒരു ക്രിസ്മസ് വെക്കേഷനോടനുബന്ധിച്ച് 2 സിനിമ ജയറാമിന്റെ ഇറങ്ങി. ഒന്ന് രാജസേനൻ ജയറാം ഹിറ്റ് കോമ്പോന്റെ സിനിമ കൊട്ടാരം വീട്ടിലെ അപ്പുട്ടൻ, പിന്നൊന്ന് തുളസിദാസിന്റെ സൂര്യപുത്രൻ. രണ്ടും നല്ല സിനിമകളാണ്, രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. അതില് സൂര്യപുത്രൻ സിനിമയിലെ പാട്ടുകൾ കുറച്ചുകൂടി നല്ല
എനിക്ക് കൂടുതൽ കൊട്ടാരം വിട്ടാപ്പൊട്ടിലുണ്ട് നല്ല പാട്ടുകൾ, സൂര്യപുത്രയുടെ പാട്ടുകളാണ് നമ്മളിന്ന് കൂടുതൽ കാണാം. പക്ഷെ അത് രണ്ടും നല്ല അസാധ്യ ഹ്യൂമർ രണ്ട് സിനിമയിലും ഉണ്ട്. പക്ഷെ കൊട്ടാരം വീട്ടിലെ പുട്ടനായിരിക്കാം കുറച്ചും കൂടി അതിലൊരു ഫാമിലി, നമുക്ക് അതിന്റെ ഒരു കഥ. ഇപ്പൊ രാജസേന്റെ പല ഇന്റർവ്യൂസിന് രാജസേന പറയുന്നുണ്ട് അത് മോഹൻലാലൊക്കെ വന്നിരുന്നെങ്കിൽ വേറെ തരത്തിലാകുമായിരുന്നു. പക്ഷെ ജയറാമിന്റേതായ രീതിയിൽ ചെയ്തു. നല്ല രസമുള്ള ഒരു കഥയാണ്. അതില് ക്യാരക്ടർ ജഗദീഷ് ശ്രീകുമാറും കലാഭൻ മണിയും ഒക്കെ ആയിട്ടുള്ള ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. ഇപ്പുറത്ത് സൂര്യപുത്രനാണെങ്കിൽ ജയറാമിന്റെ ഒപ്പം ഇന്നസെന്റും അതുപോലെ തന്നെ ജഗദീഷും, ദിവ്യ ഉണ്ണി, നരേന്ദ്രപ്രസാദ്, ജയഭാരതി, കുറെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അത് ഒരു തുടക്കമൊക്കെ ജഗതിയുടെ ഒക്കെ ഒരു ക്യാരക്ടറും കൽപ്പന വരണതും എനിക്ക് ഇപ്പോഴും അല്ല സീനാണ്. അതിൽ കൽപ്പന വരുന്നതും ജഗതി ഒരു കുതിര പുറത്ത് കയറിയിട്ട് കുതിര ഓടിക്കുന്ന പോലെ ആ സീൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജഗതിയുടെ സീനൊക്കെ നല്ല രസമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലൊന്ന് തിയേറ്ററിൽ വിജയിച്ചത് കൊട്ടാരം വീട്ടിലെ അപ്പുട്ടനാണ്. അത് കുറേ കാലം ആ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടായിരുന്നു. സൂര്യപുത്രൻ ഒരു ആവറേജ് വിജയം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. സൂര്യപുത്രന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ജയറാം ഫ്രണ്ട്സ് എന്ന സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അന്ന് സുരേഷ് ഗോപി റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നസെന്റ് സിദ്ദിഖ് ലാലിനെ സിദ്ദിഖിനെ വിളിച്ചിട്ട് പറയുന്നു അങ്ങനെ സിദ്ദിഖ് കൊട്ടാരം വീട്ടിലെ അല്ല ഈ സൂര്യപുത്രന്റെ ലൊക്കേഷനിൽ ഊട്ടിയിൽ വെച്ചിട്ടാണ് ആ കഥ കേൾക്കുന്നതൊക്കെ. അന്നൊക്കെ ജയറാം ഒരു സീസണിൽ ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജയറാമിന്റെ 2 സിനിമകൾ ഉണ്ടാവും. ആ ഒരു 97-98 വർഷങ്ങളൊക്കെ പലപ്പോഴും ഒരേ ഫെസ്റ്റിവൽ 2 സിനിമകളൊക്കെ അറ്റ് എ ടൈം 2-3 സിനിമകളൊക്കെയാണ് ജയറാം ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയും സിനിമകളാണ് ജയറാമിന്റേതായിട്ട് 98 മലയാളത്തിൽ റിലീസായിട്ടുള്ളത്. ഇതിൽ സമ്മറിൻ മുതലഹേം തന്നെയാണ് ജയറാമിന് ഏറ്റവും ഗുണം കിട്ടിയിട്ടുള്ള സിനിമ. പിന്നെ കൊട്ടാരം വീട്ടിലെ പൊട്ടൻ, ഈ 2 സിനിമകളാണ്. പിന്നെ ബാക്കിയെല്ലാം നല്ല സിനിമകളാണ്. പക്ഷെ ചിലത് ഈ പറഞ്ഞ പോലെ പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് അതിലെല്ലാ സിനിമകളും ചിത്രശലഭം മാത്രമായിരിക്കാം നമ്മൾ ആരും ഒന്ന് റിപ്പീറ്റ്. ഞാനോ സിനിമ കണ്ടിട്ട് കാലം കുറയായി, അന്നെപ്പോഴോ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ബാക്കി എല്ലാ സിനിമകളും ഇപ്പോഴും യൂട്യൂബിൽ അതിലെ സീൻസും പാട്ടുകളും ഇറക്കിയ സിനിമയും ഒക്കെ ടി വിയിൽ വന്നാലൊക്കെ ഇരുന്ന് കാണുന്നതാണ്. ഇതിൽ സമ്മറിൻ മുതലഹേം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ, കൊട്ടാരം വീട്ടിലെ പുട്ടൻ ജോസ് തിയേറ്റർ, സൂര്യപുത്രൻ രാഗം തിയേറ്റർ, ഇത്ര കൈക്കൊടുന്ന നിലാവ് സ്വപ്ന തിയേറ്റർ, ഇതൊക്കെ കണ്ട നല്ല ഓർമ്മകളുണ്ട്. ഇനി നിങ്ങളെ മെമ്മറീസ്, ആ സിനിമ കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം.